ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ട്രൈഫിൾസ്. എഴുതിയത് സൂസൻ ഗ്യാസ്പെൽ. ഇതൊരു നാടകമാണ്. ട്രൈഫിൾസിൻ്റെ അർത്ഥം സില്ലി തിങ്സ്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റ് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഇത് ശരിക്കും നടന്ന ഒരു കഥയാണ് കേട്ടോ. ഇതിലെ ഓഥറായ സൂസൻ ഗ്യാസ്പെൽ ഒരു ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് അവർ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കേസാണിത്. ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് 2 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഉണ്ട്. കൗണ്ടി അറ്റോർണി ജോർജ് ഹെൻഡേഴ്സൺ, പിന്നെ ഷെരീഫ് ഹെൻറി പീറ്റേഴ്സ്, പിന്നെ ഒരു നെയ്ബറിംഗ് ഫാർമർ, അടുത്തുള്ളൊരു വീട്ടിലെ ഫാർമറാണ് ലൂയിസ് ഹെയിൽ. പിന്നെ ഹെൻറി പീറ്ററിൻ്റെ വൈഫാണ് മിസ്സസ് പീറ്റേഴ്സ്. അതുപോലെ ഹെയിലിൻ്റെ വൈഫാണ് മിസ്സസ് ഹെയിൽ. ഈ ക്യാരക്ടേഴ്സിലൊന്നും ഏർപ്പെടാത്ത എന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് മിസ്സസ് റൈറ്റ്. അപ്പോൾ മിസ്സസ് റൈറ്റ് സ്വന്തം ഭർത്താവായ ജോൺ റൈറ്റിനെ കൊലപ്പെടുത്തി, അതാണ് കേസ്. പക്ഷെ അത് തെളിയിക്കാൻ ഇവർക്ക് എവിഡൻസ് ഇല്ല. അത് അന്വേഷിച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ട ഫാം ഹൗസിലേക്ക് ഇവർ വരുന്നത്. വിറ്റ്നസ്സായ ലൂയിസ് ഹെയിൽ അദ്ദേഹം പറയുന്നത് മിസ്സസ് റൈറ്റ് വളരെ വിയേർഡായിട്ടാണ് ഇയാളോട് സംസാരിച്ചത്. അതിൽ തന്നെ ഒരു സംശയം തോന്നി. അതുകൂടാതെ തന്നെ ഇവർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് സ്വന്തം ഹസ്ബൻഡ് മരിക്കുന്നത് എന്നാണ് മിസ്സസ് റൈറ്റ് പറയുന്നത്. വൈഫാണ് അവർ സംശയിക്കുന്ന വ്യക്തി. പക്ഷെ ആളുകൾക്ക് അത്ഭുതം എന്തെന്നാൽ അവിടെ ഒരു ഗണ്ണുണ്ട്, ഒരു തോക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കയറിട്ട് കുരുക്കി റൈറ്റിനെ കൊലപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് ഈ വന്ന 2 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സുമല്ല, മറിച്ച് മിസ്സസ് ഹെയിലും മിസ്സസ് പീറ്റേഴ്സുമാണ്. ചില വുമൺ സ്റ്റഫ്, അതായത് സ്ത്രീകൾ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ നോക്കി അന്വേഷിച്ച് നടന്നപ്പോൾ അവസാനം ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ റൈറ്റ് സ്വന്തം ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയതെന്ന അതിൻ്റെ കാരണം ഇവർക്ക് മനസ്സിലാകും. ഈ മിസ്സസ് റൈറ്റ് ഒരു ക്യാനറി ബേർഡിനെ വളർത്തിയിരുന്നു. ഇവർക്ക് കുട്ടികളില്ലാതിരുന്നത് കൊണ്ട് ക്യാനറി ബേർഡിനെ വളരെ ഇഷ്ടമായിരുന്നു. ഈ ലേഡീസ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തേക്കുവാണ് മിസ്സസ് റൈറ്റിനെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആവശ്യമായിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലേഡീസ് വരുന്നത്. പക്ഷെ അവരെ അന്വേഷണം ഓഫീസേഴ്സിൻ്റെ കൂടി ചെയ്യുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു പെട്ടിക്കകത്ത് നിന്ന് ഈ ക്യാനറി ബേർഡ് മരിച്ചുപോയി, അതിൻ്റെ ബോഡി ഇവർക്ക് കിട്ടും. ഈ ക്യാനറി ബേർഡിൻ്റെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ആരോ കൊലപ്പെടുത്തിയതാണ്, തന്നെ ചത്തതല്ല പക്ഷി. അപ്പോൾ ജോൺ റൈറ്റിനെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് ആ ക്യാനറി ബേർഡിനെയും കൊന്നിരിക്കുന്നത്. അതിൻ്റെ ബോഡി മിസ്സസ് റൈറ്റ് ഒരു പെട്ടിയിലാക്കി ഭദ്രമായിട്ട് അവരുടെ ഡ്രോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഈ ലേഡീസ് കണ്ടുപിടിച്ചു. മിസ്സസ് റൈറ്റ് വളരെ സ്നേഹത്തോടെ നോക്കിയിരുന്ന തൻ്റെ പെറ്റായ ക്യാനറി ബേർഡിനെ ഈ റൈറ്റിൻ്റെ ഹസ്ബൻഡ് ജോൺ റൈറ്റ് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്. അപ്പോൾ അത് സഹിക്കാൻ പറ്റില്ലാണ്ടാണ് ജോൺ റൈറ്റിനെ മിസ്സസ് റൈറ്റ് കൊല്ലുന്നത്. പിന്നെ ഒരു കൊലപാതകത്തിൽ നിന്ന് എത്രമാത്രം മിസ്സസ് റൈറ്റ് ആ വീട്ടിൽ സഫർ ചെയ്തിരുന്നു. അവർക്ക് ടെലിഫോൺ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു കണക്ഷനൊന്നും അയാൾ എടുത്ത് കൊടുത്തിരുന്നില്ല. പുറം ലോകവുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെയാണ് മിസ്സസ് റൈറ്റ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. അതുപോലെ വീട് വളരെ ലോൺസം ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അടുത്ത് നെയ്ബറിങ് ഫാമിലീസോ ഹൗസസോ ഒന്നുമില്ല. സത്യത്തിൽ അവരൊരു തടങ്കലിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാനറി ബേർഡിനെ വാങ്ങിച്ചത്. അതിനെയും അയാൾ കൊന്നുകളഞ്ഞു. അത് അവസാനം അവർക്ക് ദേഷ്യം വന്നിട്ട് അയാളുടെ ഹസ്ബൻഡിനെ കൊന്നുകളഞ്ഞു. ഇവരുടെ നെയ്ബറായ മിസ്സസ് ഹെയിൽ ഓർത്തെടുക്കുന്നത് പണ്ടത്തെ മിസ്സസ് റൈറ്റിനെയാണ്. മിസ്സസ് റൈറ്റ് പണ്ട് അറിയപ്പെട്ടിരുന്നത് മിനി ഫോസ്റ്റർ എന്നാണ്. കല്യാണത്തിന് മുന്നേ ഇവർ വളരെ ഹാപ്പി ആയിരുന്നു. രസമുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ട് ക്വയറിൽ പാടാൻ പോകുന്ന ടൗൺ ഗേൾസിൽ ഒരാളായിരുന്നു മിനി ഫോസ്റ്റർ അന്ന്. ഇപ്പോൾ മിസ്സസ് ഹെയിലിന് കുറ്റബോധം തോന്നുന്നു. കാരണം മിസ്സസ് റൈറ്റിൻ്റെ അടുത്ത് ഇടയ്ക്ക് വിസിറ്റ്സ് നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുകയില്ലായിരുന്നു. അവരെപ്പോഴും ലോൺലി ആയിട്ടിരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു
സംഭവം നടന്നതെന്ന് മിസസ് ഹെയിൽ ഇപ്പോൾ ആലോചിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കിയ ഈ ലേഡീസ് മിസസ് റൈറ്റിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർ കണ്ടുപിടിച്ച എവിഡൻസ് ഓഫീസേഴ്സിന് കൈമാറുന്നില്ല, മറിച്ച് അവരത് ഹൈഡ് ചെയ്ത് വെക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ആ കേസ് അവിടെ തീരുകയാണ്. മിനി ഫോസ്റ്റർ അക്യൂസ്ഡ് അല്ല എന്ന് തെളിഞ്ഞു. Now let's discuss the question answers. First question, describe the present state of John Wright's house. അപ്പോൾ ജോൺ റൈറ്റിന്റെ ഹൗസിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, the farmhouse was empty and disheveled. The unkempt kitchen was left without having been put in order. Unwashed pans under the sink, a loaf of bread outside the bread box, a dish towel on the table. The state of the kitchen is partly a result of being abruptly removed from her house and partly a response to something wrong in the household. ഫാം ഹൗസ് എം ടി ആണ്, അതുപോലെ വളരെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. കിച്ചണും അതുപോലെ തന്നെ ഡിഷസ് ഒന്നും വാഷ് ചെയ്യാതെയാണ് വെച്ചേക്കുന്നത്, സിങ്കിൽ ഇട്ടേക്കുന്നു. പിന്നെ ഒരു ബ്രെഡിന്റെ കഷ്ണം ബ്രെഡ് ബോക്സിന് പുറത്ത് കിടപ്പുണ്ട്. പിന്നെ ഡിഷ് ടവൽ ടേബിളിൽ ഉണ്ട്. കിച്ചന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വൃത്തിഹീനമായിട്ട് കിടക്കുന്നു. ഇതൊക്കെ ആ ഹൗസിൽ എന്തൊക്കെയോ തെറ്റായ കാര്യം സംഭവിച്ചു എന്നതിനുള്ള തെളിവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ആസ് പ്രസന്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ. അപ്പോൾ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനാണ്. ആൻസർ ഈസ്, ജോർജ് ഹെൻഡേഴ്സൺ, the county attorney who has been called to investigate the murder, was a young professional. The middle-aged local sheriff, Henry Peters, and the neighboring farmer were at John Wright's house to examine the murder. Mrs. Hale and Mrs. Peters, the women who accompanied the men, understand loneliness and the world of the female domestic, and so regrets not having come to visit Mrs. Wright to alleviate her cheerless life. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് ജോർജ് ഹെൻഡേഴ്സൺ, പിന്നെ ഷെരീഫ് ഹെൻറി പീറ്റേഴ്സ്, ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആണ്. പിന്നെ ഒരു നെയ്ബറിംഗ് ഫാർമർ, ദെൻ മിസസ് ഹെയിൽ ആൻഡ് മിസസ് പീറ്റേഴ്സ്. So these are the major characters. Next question, why did the sheriff send Frank to Mr. Wright's house? അപ്പോൾ ഷെരീഫ് എന്തുകൊണ്ടാണ് ഫ്രാങ്കിനെ മിസ്റ്റർ റൈറ്റിന്റെ വീട്ടിലേക്ക് അയച്ചത്? ആൻസർ ഈസ്, when the county attorney asked Hale to confirm whether anything had been moved in the house, Hale says he sent a man called Frank to the farmhouse in order to make a fire that morning since it dropped below freezing last night. വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അയാളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഹെയിലിനോട് കൺഫേം ചെയ്യാൻ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഫ്രാങ്കിനെ ഫാം ഹൗസിലേക്ക് അയക്കുന്നു. അപ്പോൾ ലാസ്റ്റ് നൈറ്റ് അവിടെ ഫ്രീസിങ് പോയിന്റിന് താഴെയായിരുന്നു തണുപ്പ്, അതുകൊണ്ട് രാവിലെ അദ്ദേഹം ചെന്ന് ഒരു തീയൊക്കെ കൂട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിസസ് റൈറ്റ് അപ്പിയർ വെൻ ഹെയിൽ സീസ് ഹർ? ഹെയിൽ കാണുമ്പോൾ മിസസ് റൈറ്റിന്റെ അപ്പിയറൻസ് എന്തായിരുന്നു? ആൻഡ് ദ ആൻസർ ഈസ്, ലൂയിസ് ഹെയിൽ റീകൗണ്ട്സ് ദാറ്റ് മിസസ് റൈറ്റ് ആക്ടഡ് viscerally as she told him that her husband was murdered while she was sleeping. After more questioning, the unconcerned widow tells Hale that her husband died of a rope around the neck. മിസസ് റൈറ്റ് മാനസിക നില തെറ്റിയ ഒരാളെ പോലെയാണ് പെരുമാറിയത്. ആദ്യം അവർ പറഞ്ഞു ഹസ്ബൻഡ് അവർ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയെന്ന്. പിന്നീട് ഒത്തിരി ചോദ്യങ്ങൾക്കൊക്കെ ശേഷം അവർ പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ കഴുത്തിൽ കയറ് കുരുങ്ങിയാണ് മരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് മിസസ് റൈറ്റ് റെസ്പോണ്ട് ടു ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ മർഡർ? മർഡറിനെ കുറിച്ച് മിസസ് റൈറ്റിന്റെ റെസ്പോൺസ് എന്തായിരുന്നു? ആൻഡ് ദ ആൻസർ ഈസ്, വെൻ ഹെയിൽ ആസ്ക്ഡ് അബൌട്ട് മിസ്റ്റർ ജോൺ റൈറ്റ്, മിസസ് റൈറ്റ് ഇൻഫോംഡ് ഹിം ദാറ്റ് he could not see her husband because he was dead from strangulation by rope. She also told him that she had not notified anyone and that she did not know the culprit because she had been asleep. മിസസ് റൈറ്റ് അറിയിച്ചത് അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, അതുകൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റാരെയും ഇവർ ഈ കാര്യം അറിയിച്ചില്ല, കാരണം ഇവർ ഉറങ്ങുകയായതിനാൽ
കൾപ്രിറ്റിനെ കാണാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കുറ്റവാളി ഇവർ കണ്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ മെൻ മേക്ക് ഫൺ ഓഫ് മിസ്സസ് റൈറ്റ് ഓവർ ഹെർ വറി അബൌട്ട് preserved fruit? And the answer is, when the men finds the fruit preserves making a mess in the cupboard because the jars broke from the cold, they criticizes women by dismissively saying, well, women are used to worrying over trifles. അപ്പോൾ അവിടെ ജാറ് പൊട്ടി പ്രിസർവ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഒക്കെ പോയി. അപ്പോൾ ഈ മെൻ എന്താണ് ചെയ്യുന്നത്? വിമണിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയാണ്, ഇപ്പം വിമൻ എപ്പോഴും എന്താണ് ഈ സില്ലി തിങ്സ്, ട്രൈഫിൾസ് മീൻസ് സില്ലി തിങ്സ്, അതിനെപ്പറ്റിയൊക്കെയാണ് എപ്പോഴും വറി ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലോൺലിനെസ് ഫെൽറ്റ് ബൈ മിസ്സസ് റൈറ്റ്. മിസ്സസ് റൈറ്റിൻ്റെ ഏകാന്തതയെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ മിസ്സസ് റൈറ്റ് മിനി ഫോസ്റ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സമയത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കൊയറിൽ പാടാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ജോൺ റൈറ്റിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവർ വളരെ ഏകാന്തത അനുഭവിച്ചിരുന്നു. അതുപോലെ വീടൊക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടന്നിരുന്നത്. സ്റ്റിച്ചിങ്ങിൽ വരെ അത് പ്രകടമായിരുന്നു. അവർ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ആ തുന്നൽ കൃത്യമല്ലായിരുന്നു. ഓക്കെ. പിന്നെ കാനറി ബേർഡ് ഇവർക്കൊരു കമ്പാനിയൻ ആയിരിക്കുമെന്ന് ഓർത്തപ്പോൾ മിസ്റ്റർ റൈറ്റ് അതിനെയും കൊന്നുകളഞ്ഞു. അതിനാൽ തന്നെ ആ കാരണം കൊണ്ടാണ് ഇവർ ആ ഹസ്ബൻഡിനെ കൊല്ലുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് മിസ്സസ് പീറ്റേഴ്സ് സേ അബൌട്ട് സ്റ്റിൽനെസ്? അചഞ്ചലതയെ പറ്റി മിസ്സസ് പീറ്റർ പറയുന്നത് എന്താണ്? ആൻസർ ഈസ്, the stillness of the house after the bird's death would have been awful. Mrs. Peters notes. She says that the law has got to punish crime. Mrs. Wright had feelings of loneliness and depression because she had earlier experienced it when their 2-year-old baby died. അപ്പോൾ ഈ ബേർഡിൻ്റെ മരണത്തിന് ശേഷം വീട്ടിലെ സ്റ്റിൽനെസ് എന്ന് പറയുന്നത് വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നിരിക്കാം. പിന്നെ ലോയ്ക്ക് അനുസരിച്ച് കൊലപാതകത്തിന് പണിഷ്മെൻറ്റ് കിട്ടിയേ തീരൂ. പിന്നെ മിസ്സസ് റൈറ്റിൻ്റെ ലോൺലിനെസ്സിനും ഡിപ്രഷനും മറ്റൊരു കാരണം കൂടിയുണ്ട്. അവരുടെ 2 വർഷം മാത്രം പ്രായമുള്ളൊരു ബേബി അവർക്ക് നഷ്ടപ്പെട്ടു. സോ ദീസ് ഓൾ ആർ ദ തിങ്സ് വിച്ച് മിസ്സസ് പീറ്റർ സേസ് അബൌട്ട് സ്റ്റിൽനെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വൈ ഡസ് മിസ്സസ് ഹെയിൽ റിഗ്രറ്റ് നോട്ട് വിസിറ്റിംഗ് മിസ്സസ് റൈറ്റ്? വാട്ട് പ്രിവെൻറ്റഡ് ഹെർ? അപ്പോൾ മിസ്സസ് റൈറ്റിൻ്റെ വീട്ടിൽ ചെല്ലാത്തതിന് മിസ്സസ് ഹെയിലിന് പശ്ചാത്താപം തോന്നി. അതെന്തുകൊണ്ടാണ്? പിന്നെ എന്താണ് അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്? ആൻഡ് ദ ആൻസർ ഈസ്, മിസ്സസ് ഹെയിൽ ബിറൈറ്റഡ് ഹെർസെൽഫ് ഫോർ ലെറ്റിംഗ് ഹെർ ഓൺ കൺസേൺ സ്റ്റോപ്പ് ഹെർ ഫ്രം വിസിറ്റിംഗ് മിസ്സസ് റൈറ്റ്. അപ്പോൾ മിസ്സസ് ഹെയിലിന് അവരുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അപ്പോൾ ആ ബിസി ലൈഫിനിടയിൽ മിസ്സസ് റൈറ്റിനെ വിസിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. Mrs. Hale's reason for not coming, she acknowledges, were her distaste for the lovely farmhouse, but she hid those feelings behind the premise that she was too busy to make the short trip. Mrs. Hale, on some level, believes she could have prevented this outcome by being a friend to Mrs. Wright. അപ്പം മിസ്സസ് റൈറ്റിന് ഒരു ഫ്രണ്ട് ആയിട്ടിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കില്ലായിരുന്നു. She believes Mrs. Wright killed her husband and that her reasons for doing so were connected to her isolation and mistreatment. അപ്പോൾ ഒറ്റപ്പെടൽ കൊണ്ടാവാം അങ്ങനെയൊരു ഇൻസിഡൻറ്റ് നടന്നത്. അവരുടെ ഹസ്ബൻഡിനെ കൊല്ലാൻ കാരണം മിസ്ട്രീറ്റ്മെൻറ്റും ഐസൊലേഷനും ആവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ഹെയിൽ നരേറ്റ് ദ ഇൻസിഡൻറ്റ് ഓഫ് സീയിങ് ദ ഡെഡ് ബോഡി ഓഫ് മിസ്റ്റർ റൈറ്റ്? അപ്പോൾ ഹെയിൽ എങ്ങനെയാണ് മിസ്റ്റർ റൈറ്റിൻ്റെ ഡെഡ് ബോഡി കണ്ട ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? Answer is, Mr. Hale discovered John Wright's body in his bed upstairs with the rope still in place. അപ്പോൾ കഴുത്തിൽ ആ റോപ്പ് അതേപടി തന്നെ ഉണ്ടായിരുന്നു. അപ്സ്റ്റേഴ്സിൽ ബെഡിലായിരുന്നു ബോഡി കിടന്നത്. Hale returned downstairs, leaving everything untouched, and asked Mrs. Wright if she knew who had murdered her husband. മിസ്സസ് റൈറ്റിനോട് ചോദിക്കുന്നു, ആരാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊലപ്പെടുത്തിയതെന്ന്. Mrs. Wright said that she was asleep next to John when he was killed, but that she doesn't
know what happened because she didn't wake up. ഇവർ ഉറക്കമായിരുന്നു. ആ സമയത്താണ് ജോൺ കൊലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരാണ് കുറ്റവാളി എന്ന് അറിയത്തില്ല. മിസ്റ്റർ ഹെയിൽ said he was going to contact the coroner and Mrs. Wright did not respond. പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞിട്ടും മിസ്സസ് റൈറ്റിന് റെസ്പോൺസ് ഒന്നുമില്ലായിരുന്നു. മിസ്റ്റർ ഹെയിൽ സ്റ്റോറി അബൌട്ട് ദിസ് എൻകൗണ്ടർ വിത്ത് മിസ്സസ് റൈറ്റ് പ്രൊവൈഡ് സസ്പീഷ്യസ് ഇൻഫർമേഷൻ. അപ്പോൾ സംശയകരമായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മിസ്റ്റർ ഹെയിലിൻ്റെ ഈ നരേറ്റ് ചെയ്ത ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is Mrs. Peters happy that the men could not hear them? And the answer is, Mrs. Peters is glad that the men heard nothing about their discussion of the dead canary because she wants to protect Mrs. Wright since she understands both the need for revenge and the power of loneliness and she chooses to hide the bird. അപ്പോൾ ഈ ലേഡീസ് ഈ മരിച്ചുപോയ ബേർഡിനെ പറ്റി പറയുന്ന ഡിസ്കഷൻസ് ഒന്നും ഓഫീസേഴ്സ് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിസ്സസ് റൈറ്റിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കേസിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേർഡിനെ ഇവർ ഓഫീസേഴ്സിന് കൈമാറുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ കോൺട്രാസ്റ്റ് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മെൻ ആൻഡ് വിമൻ ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് തിങ്സ്. അപ്പോൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ വിലയിരുത്തുന്നതിനുള്ള വ്യത്യാസം എന്താണ്? That's the question. And the answer is, the men assume that females are solely responsible for the domestic realm and consequently concludes that any lack of cheer in the Wright farmhouse must result from Mrs. Wright's incompetence. The women resent men's ideas because they recognize that although domesticity has a physical aspect, the greater part comes from the emotional and mental state of the people in the household. The men gently chide the women for lacking the common sense and mental focus to pay attention to important things. അപ്പോൾ മെന്നിൻ്റെ ചിന്ത എപ്പോഴും എന്താണ്? ഫീമെയിൽസ് എപ്പോഴും വീട്ടുജോലികൾ ചെയ്ത് ജീവിക്കണം. അതുപോലെ മിസ്സസ് റൈറ്റിൻ്റെ താല്പര്യക്കുറവ് കൊണ്ടാവാം റൈറ്റിൻ്റെ ഫാം ഹൗസ് ഒക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടന്നത്. പക്ഷേ വിമൻ ഇതിനെപ്പറ്റി പറയുന്നത് ഡൊമസ്റ്റിസിറ്റി തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ റൈറ്റിൻ്റെ ഫാം ഹൗസിലെ അവസ്ഥ ഇത് വളരെ വൃത്തിഹീനമായിട്ടാണ് കിടന്നിരുന്നത്. അതൊക്കെ മിസ് റൈറ്റിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് മെൻ പറയുന്നത്. പക്ഷെ വിമൻ എന്താണ് പറയുന്നത്? ഇതിലൊക്കെ ഉപരി ആ വീട്ടിലുള്ള ആളുകളുടെ ഇമോഷണൽ അതുപോലെ മെൻ്റൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു കോമൺ സെൻസ് ഒന്നുമില്ലാത്ത ആളുകളായിട്ടാണ് വിമണിനെ ഇവർ ചിത്രീകരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും മെൻ എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടും ഒരു എവിഡൻസും കിട്ടിയില്ല. വിമൻ സ്റ്റഫ് തേടിപ്പോയ വിമൻ അവർക്ക് തന്നെയാണ് ഇതിൻ്റെ എവിഡൻസ് കണ്ടുപിടിക്കാൻ പറ്റിയത്. Thank you all. Please don't forget to share this video if it is helpful to you. Okay.